ഛേ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തരുന്നില്ല. ഇനി അത് ഗേൾ ഫ്രണ്ട് എങ്ങാനും ആയിരിക്കോ? മീരേ, ആ, നീ ആയിരിക്കും ഈ മെസ്സേജ് ഇടുന്നേ? ഇതെന്ത് പെട്ടെന്നൊരു ചോദ്യം? എന്ത് പറ്റി ചേട്ടാ? അല്ല, കൊറേ നേരം ശ്രദ്ധിച്ച് മെസ്സേജ് ഇടുന്നേ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ആർക്കും മെസ്സേജ് ഇട്ടില്ലല്ലോ. എന്തോ കള്ളത്തരണ്ടല്ലോ. എന്ത് കള്ളത്തരം? ഏയ്, ഇല്ലേ, നിനക്ക് കൊള്ളാം. ഇതെന്താണ് പെട്ടെന്ന്? അല്ല ചേട്ടാ, ഇതിപ്പോ പറയേണ്ട കാര്യം? അല്ല, ഒന്നുമില്ല. 2-3 ദിവസമായി ഞാൻ നിന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നേ. എന്തൊക്കെ ഒരു വശപശ കടിക്കുന്ന പോലെ. അങ്ങനൊന്നുമില്ല. ചേട്ടാ, ചേട്ടനാണ് ചേട്ടൻ. ഇതിന് മാത്രമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഞാൻ കുറച്ചുകൂടി കെയർഫുൾ ആവേണ്ടതായിരിക്കുന്നു. ഹായ് ഗായ്സ്. അമ്പോ, ഇതാര്? ഗുഡ് മോർണിംഗ്. നീ എവിടെ പോയതാ? നിനക്കെന്റെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? അമ്പലത്തിൽ പോയതായിരിക്കും അല്ലേ? ആ, അതെ. അല്ല, എന്താണ് ഇത്ര സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നുമില്ല, നീ വെറുതെ അങ്ങനെ അമ്പലത്തിൽ പോവാറില്ല. എന്തോ കാര്യണ്ട്. എന്താണ്? അതൊക്കെ നീ വഴിയേ അറിയും. മീരെ, എന്റെ ഭാര്യ എണീച്ചോ? എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. അല്ല, ഒരു മിനിറ്റ്. കാക്ക വല്ല മലന്ന് ഓർക്കുന്നുണ്ടോ? നീ എന്താ നേരത്തെ എണീച്ചേ? വേണ്ട വേണ്ട. അല്ല, പറ. കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് നേരത്തെ എണീച്ചു. ഓ, പെണ്ണ് കാണലൊക്കെ ആവാൻ പോവാണല്ലോ. ഉറക്കൊക്കെ പോയി തുടങ്ങി ലേ മീരേ? അതെ ചേട്ടാ, ചിലവർക്ക് ഇപ്പൊ തീരെ ഉറക്കില്ല. അതേപോലെ വേറെ ചിലവർക്കുണ്ടോ? മീരേ, വേണ്ടേ? ആയിക്കോട്ടെ ചേട്ടാ. എന്തായാലും ഞാൻ പോവാ. പോകുന്നതിന് മുന്നേ ഈ ഡ്രസ് ആരുതാ? നിന്റെ. എടാ, നമ്മൾ തമ്മിൽ നിന്റെ എന്റെ എന്നൊക്കെ ഉണ്ടോ? അതൊക്കെ ഓക്കെ. പക്ഷെ ഇത് വാഷ് ചെയ്തിട്ട് എന്റെ അലമാര തന്നെ കൊണ്ടുവെക്കണേ. ഓ, ആയിക്കോട്ടെ സാർ. എനിക്ക് വേണ്ട നിന്റെ ഡ്രസ്സ്. ഒരു സ്നേഹമില്ലാത്ത സാധനം. പക്ഷെ എന്റെ പൊന്നെ, ഞാൻ ഒന്നും പറഞ്ഞില്ല, നീ വെച്ചോ. ആ, അതാണ് എന്റെ സജി. ഞാൻ ഇപ്പൊ വരാം. ചെല്ല്. ഉറങ്ങാണല്ലേ? ശരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ എവിടെ പോയത് രാവിലെ തന്നെ? ഞാൻ അവിടെ പോയ നിനക്കെന്താ? എന്താ അർജുനെ, ഇന്നലത്തെ പ്രശ്നം കഴിഞ്ഞില്ലേ? എനിക്ക് ആരോടും ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്കാണോ പ്രശ്നം? എനിക്ക് നിന്നോടൊരു കുഴപ്പമില്ല. അനു, നീ എന്തേലും ചെയ്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്താ കാര്യം ഒന്ന് പറ. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാന്ന്. പിന്നെ ഒരു കാര്യം പറയാം. നിനക്കൊന്ന് രാവിലെ എണീച്ചൂടെ? എത്ര നേരം വെച്ചാൽ അങ്ങനെ കിടന്നുറങ്ങുന്നേ? സോറി, ഞാൻ അറിഞ്ഞില്ല. എന്തു പറഞ്ഞാലും സോറി പറഞ്ഞാതില്ലോ. പിന്നെ കുറച്ച് ബഹുമാനമൊക്കെ എനിക്ക് തരാട്ടോ. ഒന്ന് ചേട്ടാ എന്നൊക്കെ ഇടയ്ക്ക് വിളിച്ചോണ്ടു. കാരണം 2 വയസ്സിന് മൂപ്പുണ്ട് എനിക്ക്. നീ എന്തിപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നു. നീ എന്ത് വിചാരിച്ചാലും എനിക്ക് വേണ്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഞാൻ എന്നാ അടുക്കളയിലേക്ക് പോട്ടെ. എങ്ങോട്ടാന്ന് വെച്ചാ പോ. ഞാൻ ഈ വല്ല സ്വപ്നം കാണാണോ? ഇവനിതെന്തു പറ്റി? അവൻ പറയുന്നാലും കാര്യമുണ്ടല്ലോ. അവൻ എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതല്ലേ. ഞാൻ ചേട്ടാന്ന് വിളിക്കണം. പിന്നെ കിടന്നുറങ്ങുന്നതും എന്റെ തെറ്റല്ലേ. ഇനി മുതൽ ശ്രദ്ധിക്കണം. നമുക്ക് പോവാൻ ചേച്ചി. അവരെ കൂട്ടൊന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി അന്ന് ബസ്സിൽ പോവാം. അതാവുമ്പോ നല്ല രസമായിരിക്കും. നമ്മൾ മാത്രല്ലേ ഉള്ളൂ. അതന്നെ, മടുത്തി അടുക്കള കിടന്നിട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോറി ടോമേ, ഉറങ്ങിപ്പോയി. അതിന് കുഴപ്പമൊന്നുമില്ല. നീ എന്തിനു സോറി ഒക്കെ പറയുന്നേ? ഒന്നുമില്ല. അമ്മ ആന്റി ഇവിടെ ഒറ്റയ്ക്ക് പണിയൊക്കെ എടുക്കല്ലേ. അതൊന്നും കുഴപ്പമില്ല. നീ വേണേ കുറച്ചുകൂടി പോയി കിടന്നുറങ്ങിക്കോ. വേണ്ട വേണ്ട. എന്നാലും അത് ഗേൾ ഫ്രണ്ട് ആണോ അല്ലയോ എന്ന് അറിയാൻ സമാധാനം കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ അറിയാ? ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോയി പറഞ്ഞാലോ? ചേട്ടന്റെ പെണ്ണുകളല്ലേ. നീ വാ, ചേട്ടൻ വരുമോ? അങ്ങനെയാണെന്ന് പറയായിരുന്നു. എന്തേ? ഒന്നും പറ്റിയില്ലല്ലോ. എന്തുണ്ടാവാൻ? പോയടാ മോട്ടോ. പറ. എന്തേ? ഇല്ല. എപ്പോ ഡ്രോപ്പ് ചെയ്തിരിക്കാ?
വയ്യ. എന്നാ ഞാൻ തന്നെ പറഞ്ഞുതരാം, പൊട്ടത്തി തന്നെ. എന്റെ സ്കൂളിലെ എല്ലാ പെൺകുട്ടികൾക്കും നിവാൻ ചേട്ടനെ നല്ലോണം അറിയാം. പിന്നെ ആക്ടറായ ആൾക്കാർക്ക് അറിയൂലേ? ആ, അതാണ് പ്രശ്നം. ഇപ്പോ എല്ലാരും വിചാരം ഞാനും നിവാൻ ചേട്ടനും ബ്രദറും ആണെന്നാ. അതിനിപ്പോ എന്താ പ്രശ്നം? നല്ലതല്ലേ? പിന്നെ നിവാൻ ചേട്ടൻ നിന്നൊരു അനിയനെ പോലെ തന്നെയല്ലേ കാണുന്നേ? അതൊക്കെ ഓക്കേ. ഇതിപ്പോ സ്കൂളിലെ പെൺകുട്ടികൾ മൊത്തം എന്റെ പിന്നാലെയാ. ആടി ചേച്ചി, എന്റെ ജൂനിയർ കുട്ടികൾ മൊത്തം എന്റെ പിന്നാലെയാ. നിവാൻ ചേട്ടന്റെ നമ്പർ തരോ? നിവാൻ ചേട്ടനെ കൂടെ സെൽഫി എടുക്കാൻ സമ്മതിക്കോ? ഞാൻ എന്ത് ചെയ്യേണ്ടത്? നല്ല കഥ. നീ പറ, ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. എടി, എന്നെ ഓരോ പെൺകുട്ടികൾ വന്ന് പ്രപ്പോസ് വരെ ചെയ്യുന്നേ. എടാ, ഇതൊക്കെ നല്ല കാര്യല്ലേ? നീ ഇപ്പൊ സ്കൂളിലെ മെയിൻ ആയില്ലേ? അയ്യേ, ഈ മെയിൻ എനിക്ക് ആവണ്ട. എനിക്കിഷ്ടമില്ല ഇതൊന്നും. ചേടാ, വല്ലാത്ത കഥയായല്ലോ. നീ ചേട്ടനോട് പറഞ്ഞോ? ഇല്ല. ചേട്ടനോട് ചോദിച്ചു നോക്ക്, ചേട്ടനടുത്ത് വല്ല സൊല്യൂഷൻ ഉണ്ടാവും. ഓ, വല്ലാത്തൊരു കഥയാ. ഇതിലും വലിയ പ്രശ്നം വേറൊന്നുണ്ട്. അതെന്താ? മിട്ടുമോൾ ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ലാന്നേ. അതെന്താ? അവൾക്ക് ഇഷ്ടല്ല. ഈ പെൺകുട്ടികളൊക്കെ കൂടി എന്റെ പിന്നാലെ നടക്കുന്നേ. എന്റെ ഈശ്വരാ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കറിയില്ല. അവൾ ഇപ്പൊ എന്നോട് മിണ്ടുന്നേ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയില്ല. നീ എന്നെ സൊല്യൂഷൻ കണ്ടിരിക്കി. ഞാൻ പറഞ്ഞില്ലേ, നീ ചേട്ടനോട് ചോദിക്കി. ചേട്ടന് അതിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളത്. ചേട്ടനോട് ചോദിക്കാലേ? അതായിരിക്കും നല്ലത്. ചോദിച്ചു നോക്കട്ടെ. എന്തായാലും നല്ല രസമുണ്ട്. നിനക്കിത് രസമായിട്ടൊക്കെ തോന്നും. എനിക്കറിയാം എന്റെ കഷ്ടപ്പാട് എന്താന്ന്. ഓ, ആയിക്കോട്ടെ. ചോദിച്ചു നോക്കാല്ലേ? അർജുനേട്ടാ. അർജുനേട്ടനോ? അത് ഞാനല്ലേ? ഷേ, മറന്നുപോയി. എന്താ? ഞാനൊരു സ്ഥലം വരെ പോയിക്കോട്ടെ? എവിടെ പോവാൻ? എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവളൊന്ന് കാണാൻ. ഏത് ഫ്രണ്ട്? അഞ്ജലി. അഞ്ജലിയോ? എനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. എവിടുന്ന് വന്നതാ? അവള് അബ്രോഡ് ആയിരുന്നു, അപ്പം ഇന്നലെ നാട്ടിലെത്തിയേ. ഞാനൊന്ന് കാണാൻ പോയിക്കോട്ടെ? നീ ഇന്നലത്തെ വർക്ക് മൊത്തം തീർത്തോ? അത് വന്നിട്ട് തീർക്കാം. വേണ്ട, അത് തീർത്തിട്ട് പോയാ മതി. അത് തീർക്കാന്ന് പറഞ്ഞാ പിന്നെ രാത്രി ആവൂലേ? എനിക്ക് പിന്നെ പോവാൻ പറ്റില്ലല്ലോ. എന്നാ പോണ്ട, ആർക്കാ നിർബന്ധം? നിനക്ക് പോണെങ്കി നീ ആ വർക്ക് മൊത്തം തീർത്തിട്ട് നീ പോയിക്കോ. ശരി. പോയിക്കോ. ഓ, എനിക്കിങ്ങനെയൊന്നും നിൽക്കാൻ പറ്റൂല. എനിക്കെന്നെ സങ്കടമാന്ന്. സാരില്ല, കുറച്ചു നേരത്തേക്കല്ലേ. ഈശ്വര, എന്നോട് ക്ഷമിച്ചേക്കണേ. ഷോ, ഈ പെണ്ണിത് എവിടെ പോയി കിടക്ക? ഇതിന് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അടുത്ത് കൂടി പോയിട്ടില്ല. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. മനുഷ്യന് വിശന്നിട്ട് ഇവിടെ കൊടല് കരിയുന്നു. സോറി, കുറച്ച് ലേറ്റ് ആയി പോയില്ലേ? കുറച്ചധികം ലേറ്റ് ആയി പോയി. ഫുഡ് കഴിക്കണ്ടേ? ആ, കഴിക്കണം. വാ. എങ്ങനെ പോവും? കാറില്ലേ? ഞാൻ കാർ എടുത്തിട്ടൊന്നുമില്ല. പിന്നെങ്ങനെ പോവും? നടന്നു പോയാലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലേ? ഇല്ല, സജനേട്ടനോടല്ലേ? ശരിക്കും നീ ഇവിടെ ഇരിക്കി. എന്തേ? ശരിക്കും കാറിലെങ്കിൽ കുഴപ്പമില്ല. ഇല്ല. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു. പോവാ, എനിക്ക് വിശക്കുന്നേ. പോവാം. വാ, ഇപ്പോഴേ നടക്കാം. നടക്കൊന്നും വേണ്ട, ഞാൻ കാർ എടുത്തിട്ടുണ്ട്. വാ. കാര്യായിട്ട്? ആ. പിന്നെന്തിനാ എന്നോട് കാർ എടുത്തില്ലെന്ന് പറഞ്ഞേ? അല്ല, കാർ എടുത്തില്ലെങ്കി നീ വരുമോ നോക്കാൻ വേണ്ടി. ഓ, അങ്ങനെ. അതെ. എന്നാ നടക്ക്. വാ. എന്താ അമ്മേ? നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ. അല്ല, മുഖൊക്കെ എന്താ പോലെ ഇരിക്കുന്നത്? അങ്ങനൊന്നുമില്ല. അമ്മയ്ക്ക് തോന്നിയതായിരിക്കും. എന്നാ ആയിരിക്കും. മിട്ടോ, എടുക്ക്. എനിക്ക് വേണ്ട. എടുക്ക് മിട്ടോ.
ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താണ് ഒരു കാരണം കിട്ടുന്നില്ലല്ലോ. ആ, ഒരു ഐഡിയ ഉണ്ട്. ഇവള് കഴിച്ചോന്ന് എങ്ങനെ ഞാൻ ചോദിക്കണോ? അല്ലേ വേണ്ട. ഓ, ഇത് ഞാൻ എങ്ങനെ പറയും ടേസ്റ്റ് ഇല്ലാന്ന്? എനിക്കിത് തിന്നണം. പക്ഷേ പ്ലാൻ വർക്കൗട്ട് ആവണമെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തല്ലേ പറ്റൂ. രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ചെയ്യാം. പിന്നെ ആരും കാണാത്തപ്പോ അടുക്കളയിൽ നിന്ന് കഴിക്കാം. ഇതാരുണ്ടാക്കിയതാ? ഞാനാ ഉണ്ടാക്കിയേ. വെറുതെ അല്ല, വായ വെച്ച് കൂട്ടാൻ കൊള്ളൂല. എനിക്ക് വേണ്ട ഫുഡ്. ഞാനെന്തേലും ഓർഡർ ചെയ്യണോ? ഈശ്വരാ, ഇമോഷണൽ ആക്കല്ലേ. ഓ, എനിക്കെന്നെ സങ്കടാവുന്നു. എന്ത് ദുഷ്ടനാടാ അർജുനെ നീ. ഓ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചോളൂ. ഇതെടുത്തോണ്ട് പോവാൻ നോക്ക്. അവനും മടുത്തു തുടങ്ങിയില്ലേ? അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് കിട്ടുന്ന സ്നേഹമൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല. എന്നാണോ അത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരിക? കഴിച്ചോ? ഞാൻ കഴിക്കണം. ചേട്ടനല്ലേ വിശക്കുന്നേ? കഴിക്കേ. ഞാൻ കഴിക്കൂല. അതെന്താ? എനിക്ക് ചിലവര് തന്നാലേ ഞാൻ കഴിക്കൂ. എന്നുവെച്ചാ? നീ താ, എന്നാ ഞാൻ കഴിക്കാം. ദേ എടുത്ത് കഴിക്കാൻ നോക്ക്. എന്തടി, ഒരു ആഗ്രഹല്ലേ, സാധിച്ചാ? ശരി. താങ്ക് യു. വെൽക്കം വെൽക്കം. ഇത് എപ്പോഴും നടക്കുന്നു വിചാരിക്കണ്ട കേട്ടോ, മാങ്ങ തലയെ. ഇടി പെണ്ണേ. എന്നാലും അർജുനെ, നിനക്കെന്നെ മടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. കരയുന്നോ? ചേടാ, കുറച്ച് കൂടി പോയോ? ഇനിയൊരു 4-5 മിനിറ്റ് കൂടി ഇല്ലേ ഉള്ളൂ. എന്തായാലും വിളിക്കാം. അനു, എന്താ? ഒന്ന് പുറത്തു പോണം, വാ. അത് ഞാനില്ല. അതെന്താ നിനക്ക് വന്നാ? എനിക്ക് തീരെ വയ്യ, അതാ. ഓ, അപ്പൊ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റൂല അല്ലേ? അയ്യോ, അങ്ങനല്ല. നീ വരുന്നുണ്ടോ ഇല്ലയോ? വരാം. ഡ്രസ് ഞാൻ അലമാരയിൽ വെച്ചിട്ടുണ്ട്, അതിട്ടാ മതി. ഓക്കെ. ദേഷ്യത്തിലാ? അല്ല. എന്തേ? ശരിക്കും ദേഷ്യത്തിലല്ല. അല്ല. നമ്മളെന്തിനാ പോകുന്നതെന്നറിയോ? ഇല്ല. നീ എന്താന്നൊരു ചോദിക്കാത്തെ? എന്ത്? അല്ല, എവിടേക്കാ പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നൊക്കെ. കുഴപ്പമില്ല. എന്നാ നീ അവിടെ എത്തുമ്പോ കണ്ടോ, ബാ. ചന്തലാൻ. ഇതെന്താ? ഇതോ? ഇന്നെത്ര ഡേറ്റ്? ജൂൺ 3 അല്ലേ? ശരി, നാളെ എത്ര ഡേറ്റ്? 4th. അതായത് 4th ജൂൺ 2026 അല്ലേ? അപ്പൊ നാളത്തെ പ്രത്യേകത എന്താ? എന്റെ ബർത്ത്ഡേ. അത്ര തന്നെ. ഇന്ന് 12 മണിയാവുമ്പോ നമ്മൾ ആ കേക്ക് അങ്ങ് മുറിക്കും. അർജുന, നീ കാര്യമായിട്ട് പറയാ? ആ, നിനക്കിതൊക്കെ കണ്ടിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ നീ എന്തിനാ എനിക്ക് വേണ്ടി? നിനക്ക് വേണ്ടി ഇല്ലാണ്ട് പിന്നെ ആർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യാ? വാ, അങ്ങോട്ട് വാ. വാ അനുമോളെ. നീ എന്തിനാ കരയുന്നേ? ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. താങ്ക് യു. എന്തിന്? നിന്റെ ബർത്ത്ഡേ അല്ലാതെ ഞാൻ ആരെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ? ഇനി മുതൽ നിന്റെ എല്ലാ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കും, പോരെ? നിന്റെ പണക്കൊക്കെ മാറിയോ? എന്ത് പണക്കം? ഇന്നലെ സിനിമയ്ക്ക് പോയതിന്റെ. എടാ കുട്ടാ, നീ ഇത്ര പാവായി പോയല്ലോ. ഞാനേ ഇന്ന് രാവിലെ മുതൽ നിന്നെ എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. പക്ഷെ നീ ദേഷ്യം പിടിക്കുന്നതിന് പകരം സങ്കടപ്പെടുക ചെയ്യുന്നേ. അപ്പൊ അതൊക്കെ മനഃപൂർവ്വം ചെയ്തതാ? ഇതിനു വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. കൊരങ്ങെ, എനിക്കതൊരു സങ്കടായിന്നറിയോ? അതിനു വേണ്ടി തന്നെയല്ലേ ചെയ്തേ. ഇപ്പൊ ഹാപ്പിയായോ? കുറച്ച്. ബാക്കി എവിടെ പോയി? ഇന്ന് രാവിലെ എവിടെ പോയതാ? അമ്പലത്തില്. എന്തിന്? ഞാൻ അമ്പലത്തിൽ പോയത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ആർക്ക് വേണ്ടി? എനിക്ക് ഏറ്റവും സ്പെഷ്യലായ ഒരാൾക്ക് വേണ്ടി. ആരാ മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനാ? നീയല്ലാതെ പിന്നെ ആരാ? സോറി കേട്ടോ. എന്തിന്? അല്ല, ഇന്ന് രാവിലെ മുതൽ ഞാൻ കരയിപ്പിച്ചോണ്ടിരിക്കല്ലേ. സോറി മാത്രമേ ഉള്ളൂ? വേറെന്താ വേണ്ടേ? എന്തും ചോദിച്ചാ തരോ? ജീവൻ ചോദിച്ചാ വരെ തരാം. എന്നാലും ഒരു വാക്ക് പറയായിരുന്നു. പറഞ്ഞാ പിന്നെ എന്ത് സർപ്രൈസ്? സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ കഷ്ടപ്പെട്ടത്. എന്നാ പിന്നെ നമുക്ക് ആ കേക്ക് അങ്ങ് മുറിച്ചാലോ? 12 മണിയാണ്ടേ? 12 മണിയൊക്കെ കഴിഞ്ഞ്, ഒന്ന് അറിഞ്ഞില്ലേ? 12 മണി കഴിഞ്ഞോ? 12 മണി കഴിഞ്ഞില്ല, കഴിയാൻ പോകുന്നു. നമുക്കെന്തായാലും മുറിക്കാം. അവരെല്ലാരും വേണമായിരുന്നു. അത് നമുക്ക് നാളെ സെറ്റാക്കാം. നീ ഇപ്പൊ മുറുക്കി. ശരി.
ഇതൊക്കെ പണ്ടെന്റെ സ്ഥിരം സ്ഥലമായിരുന്നു. നീ എന്തിനാ ഇവിടെ വരുന്നേ? ഇടയ്ക്ക് എന്നേ സങ്കടമൊക്കെ വരുമ്പോ ഞാൻ ഇവിടെ വന്നിരിക്കും. അല്ല, എന്നെ എന്തിനാ ഇപ്പം കൊണ്ടുവന്നേ? നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്ത് കാര്യം? കുറച്ച് സീരിയസാ. നീ പെട്ടെന്ന് റിയാക്ട് ചെയ്യൂലല്ലോ അല്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ടെൻഷനൊന്നും അടിക്കണ്ട. നിനക്ക് നിന്റെ അച്ഛനും അമ്മ ആരാന്നറിയോ? എന്റെ അച്ഛനും അമ്മ ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയില്ലേ? ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് ഇഷ്ടല്ല അർജുനെ, ആരെ? അച്ഛനെ അമ്മേനെ. ഇന്നെന്തിനാ അവരെ പറ്റി പറയുന്നേ? നീ അങ്ങനെ പറയല്ലേ, ഞാൻ പറയുന്ന ഫുള്ളൊന്ന് കേക്ക്. പറ. നീ വിചാരിക്കുന്ന പോലെ നിന്റെ വീട്ടിലുള്ള ഞാൻ അന്ന് കണ്ട ആ ആൾക്കാരല്ല നിന്റെ അച്ഛനും അമ്മയും. പിന്നാരാ? അപ്പൊ അതൊക്കെ ആരാ? നീ ഇങ്ങനെ ഷോക്കാവല്ലേ, ഞാൻ പറയട്ടെ. നീ എന്തൊക്കെ ഈ പറയുന്നേ? ഇങ്ങോട്ട് വാ. എന്താ കാര്യം തെളിച്ച് പറ, എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇത്രയും കാലം അച്ഛനും അമ്മയാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ആരാന്നറിയോ? ഇല്ല. അത് നിന്റെ അച്ഛന്റെ അനിയനാണ്. അപ്പോ എന്റെ അച്ഛനും അമ്മ ആരാ? നിന്റെ അച്ഛനും അമ്മയും നീ ചെറുതാവുമ്പോഴേ ഒരു ആക്സിഡന്റ് വഴി. അർജുനെ, നീ പറയുന്നൊക്കെ സത്യ? നിന്നെ സങ്കടപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, പക്ഷെ എന്നാൽ നീ സത്യം അറിയണ്ടേ? അപ്പൊ പണ്ട് മുതലേ ഞാൻ ആരില്ലാത്തവളല്ലേ? അത് പണ്ടല്ലേ, ഇപ്പൊ നിനക്ക് കുറെ ആൾക്കാരില്ലേ. അനു, കരയല്ലടാ. എനിക്ക് എന്റെ അച്ഛനമ്മേനെ കാണിച്ചു തരോ? ഞാൻ കാണിച്ചു തരാം. പക്ഷേ എനിക്കതിന് മുന്നേ വേറെ കുറച്ച് സംഭവങ്ങൾ അറിയണം. എന്ത് സംഭവം? നീ ഇവിടെ താമസിക്കുന്നതിന് മുന്നേ വേറെ എവിടെയായിരുന്നു? ഞങ്ങൾക്കൊരു തറവാടൊക്കെ ഉണ്ട്. നമുക്കൊരു സോടെ പോണം. പോവാ. നീ ഇന്ന് കരയാൻ പാടില്ല, ഇന്ന് കുറച്ച് സ്പെഷ്യലാണ്. ഈ ഫുൾ മൂൺ കണ്ടാലേ അറിയില്ലേ, ഇന്ന് ജനിച്ചത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. ഐ മീൻ എന്റെ ലൈഫിലെ സ്പെഷ്യൽ കേട്ടോ. ഇനി എന്തിനാ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? ചിരിക്കടി ഭാര്യയെ. പോടുന്നേ, എന്നെ പറഞ്ഞ് സങ്കടപ്പെടുത്തിയിട്ട്. ഇതിപ്പോ ഞാൻ പറഞ്ഞതായോ കുറ്റം? എന്നാണെങ്കിലും നീ സത്യം അറിയണ്ടേ? നീ എനിക്കൊരു പ്രോമിസ് തരോ? എന്ത് പ്രോമിസ്? എന്നും എന്റെ കൂടെ ഉണ്ടാവുന്ന പ്രോമിസ്. ഞാൻ എന്നും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മതിയോ? മതി. ഇനിയെങ്കിലും ചിരിച്ചൂടെ? എന്നാലും എനിക്ക് അതല്ല അത്ഭുതം. ഞാൻ ഈ കാര്യം പറയുമ്പോ ഞാൻ വിചാരിച്ചത് നീ ഇതിലും റിയാക്ട് ചെയ്യുന്ന. ഐ മീൻ പൊട്ടിക്കരയെന്നൊക്കെ വിചാരിച്ചു ഞാൻ. അതൊക്കെ ഞാൻ പണ്ടേ കരഞ്ഞു തീർത്തതാ. പിന്നെ ഇപ്പൊ ഞാൻ കരയേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താ? എനിക്ക് എന്റെ അതേ വൈബിന് പറ്റിയ എന്റെ കൂടെ തന്നെയുള്ള ഒരു കൊരങ്ങനെ കൂട്ടുകിട്ടിയല്ലോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല. എവിടുന്നായാലും അവരിത് കാണുന്നുണ്ടാവല്ലോ. ഇത് ചിലപ്പോ അവര് തന്ന ഗിഫ്റ്റ് ആണെങ്കിലോ? എന്ത്? ഈ ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും. ശരിക്കും? അതെ. പക്ഷെ പോടുന്നു, എനിക്ക് നാണം വരുന്നു. അയ്യടാ. ശരി, ബർത്ത്ഡേ ഒക്കെ ഓക്കെ, ഗിഫ്റ്റ് വേണ്ടേ? എന്റെ ഗിഫ്റ്റ് അല്ലേ ഈ കയ്യിലിരിക്കണേ? എവിടെ? കാണുന്നില്ലല്ലോ. ഒന്ന് കണ്ണാടി പോയി നോക്ക്. കണ്ണാടി ഇപ്പൊ നോക്കിയാ കാണാൻ പറ്റൂ. എന്റെ ഗിഫ്റ്റിനെ കാണാൻ പറ്റും. എന്നാലും ഒരു ഗിഫ്റ്റ് വേണ്ടേ? നിനക്ക് വേണേ നീ തന്നോ, പക്ഷേ എനിക്ക് വേണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് തരാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആ അർജുനേട്ടാന്ന് ഒന്നോട് വിളിക്കോ? അതെന്തിനാ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീ അങ്ങനെ വിളിച്ചപ്പോ. അർജുനേട്ടാ. എന്റെ ഈശ്വരാ. എന്നാ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ വിളിക്കാം. അത് വേണ്ട, നമ്മൾ രണ്ടാളും മാത്രം വിളിച്ചാൽ മതി. എനിക്ക് നിന്നെ അങ്ങനെ വിളിക്കാൻ ഇഷ്ടം. എങ്ങനെ? അർജുനേട്ടാ. നിനക്കെന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലോ പണ്ട്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങനെയൊന്നും പറയല്ലേ, ഇതൊക്കെ ഞാനാ പറയണ്ടേ, നീയല്ല. ആര് പറഞ്ഞാലും നമ്മൾ തമ്മിൽ പറഞ്ഞാ പോരെ. ചോദിക്കട്ടെ? ചോദിക്ക്. ഈ
ചന്ദ്രൻ ഭൂമിയിൽ ചുറ്റുന്നത് നിന്നാ എന്ത് സംഭവിക്കും? സയൻസോ? പറ. അതിനെനിക്കറിയണ്ടേ? ബെസ്റ്റ് ആളാണ് ഞാൻ ചോദിച്ചത്. നല്ല ഭംഗിയുണ്ടല്ലേ? നിന്റെ അത്ര വരില്ല. എന്തേ? നിന്റെ അത്ര വരില്ല എന്ന് ഭംഗിയേ. പിന്നെ ഞാനൊരു ലോകസുന്ദരിയോ? എന്റെ കണ്ണിൽ നീ തന്നെയാ ലോകസുന്ദരി. ഒന്ന് നിർത്തോ? ഞാൻ തന്നോട്ടെ എന്ത്? ഒരു സാധനം. ആ കണ്ണടക്കിയോ? എന്താ അർജുനെ? എടി കണ്ടോ നീ? കണ്ണടക്കി. എന്നോട് ഇട്ടേച്ച് പോവും ചെയ്തേക്കില്ലേ? ഷേടാ, എന്റെ പ്ലാൻ എങ്ങനെ മനസ്സിലായി? ദേ. കണ്ണടക്കി പെണ്ണേ. ശരി. മടച്ച്. തോർക്കല്ലേ? ഇല്ല. കള്ള കണ്ണിട്ട് നോക്കരുത്. ഇല്ല. ഓക്കെ, റെഡി? 3, 2, 1 തുറന്നോ. അഞ്ചടാ. ചെയിനോ? ഇഷ്ടപ്പെട്ടോ? ചെയിനോ? എനിക്ക് നിനക്ക് തന്നെ. ഇത് ഡെയിലി യൂസിന് പറ്റൂല. അതുകൊണ്ട് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ കേട്ടോ. എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട്, അതാ ഞാനിത് വാങ്ങിയേ. രസമുണ്ടോ? എന്റെ അർജുനെ. എന്തടാ? എനിക്ക് കരയണോ ചിരിക്കണോന്ന് മനസ്സിലാവുന്നില്ല. നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇത് ഇപ്പടണോ? വേണ്ട, രാവിലെ ഞാൻ ഇട്ടുതരാം. ഓക്കെ. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എന്തേ? നിനക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടല്ലേ? അതെ. കിടക്കണോ? ഈ കാട്ടിലോ? ഇവിടെ നമ്മളല്ലാതെ വേറെ ആരുമില്ല. നിനക്ക് കിടക്കണോ വേണ്ടയോ? അത് വേണം. അതാ പറഞ്ഞേ. എന്റെ മടി കിടന്നോ? അതൊക്കെയാണ് എന്നിട്ട് കഥ. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? ഉറങ്ങിയോ? പാവണ്ട്. നിന്നെ കിട്ടിയതേ എൻ്റെ ഭാഗ്യ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും നിന്നെ ഞാൻ കൈവിടൂല. ഉറങ്ങുമ്പോൾ പോലെ എന്തൊരു ഭംഗിയടി നിന്നെ. എൻ്റെ ഭാഗ്യം. ഇതിന് എൻ്റെ കണ്ണ് തന്നെ പറ്റുമല്ലോ. ഉറങ്ങിക്കോട്ടോ.